4 മണി പലഹാരമാണ്. ഫുഡ് കൂടിയാണ് കേട്ടോ ഇത്. ചായയും ഉള്ളിവടയൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്ത മലയാളികൾ ആരെങ്കിലും ഉണ്ടോ? ഹലോ, ഇന്ന് ഉള്ളിവടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഉള്ളിവടയ്ക്ക് ആവശ്യമായ സാധനങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പം ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു ഉള്ളിയാണ്. ഒരു സവാളയെ എടുത്തിട്ടുള്ളൂ. മീഡിയം സൈസിലുള്ള ഒരു സവാള മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ ഒരു സവാള, മീഡിയം സൈസിലുള്ള സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഗോതമ്പ് മാവ് ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഇവിടെ ആശീർവാദിൻ്റെ ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സവാളയിലേക്ക് നമുക്ക് ശകലം മഞ്ഞൾപ്പൊടി ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് പച്ചമുളക് അരിഞ്ഞു വെച്ചതാണ്. പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 5-6 കഷ്ണം കുരുമുളക് ഇടിച്ചതാണ്. കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുത്തു. ഇതിനൊന്ന് കൈവച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ കൈവച്ച് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് ഈ അവസരത്തിൽ കുറവാണെങ്കിൽ കുറച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറവാണ്, കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കട്ടെ. നല്ലപോലെ മാവെല്ലാം പിടിച്ചു വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ശേഷം ഇത് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി കൂടെ അവസാനം ഒന്ന് വിതറി കൊടുത്ത് മാറ്റി വയ്ക്കാം. ഇതിവിടെ നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ മാവ് കയ്യിൽ എടുക്കുമ്പോഴത്തേന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ. 10 മിനിറ്റ് ഇരുന്ന ശേഷം നമുക്ക് ഇത് എണ്ണയിൽ ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കാം. ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് നമ്മളിതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മുടെ മാവ് വെളിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു വടയുടെ ഷേപ്പിൽ നമുക്ക് കൈവച്ച് പരത്തിയെടുക്കാം. ആദ്യം കൈ നനച്ചു കൊടുക്കാം. വെള്ളം വെച്ചിട്ടുണ്ട്. കൈ നനച്ചു കൊടുക്കുകയാണ് ഞാൻ. 2 കൈയും നനച്ച് ഇപ്പോൾ മറ്റേ കൈ കൂടെ നനച്ചു കൊടുത്തിട്ടുണ്ട്. കൈ നല്ലപോലെ കഴുകിയതിന് ശേഷം കൈ നനച്ചു കൊടുത്ത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വടയുടെ ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ്. നല്ലപോലെ മൂത്ത് വരട്ടെ. അപ്പോൾ ഇതൊരു ഗോൾഡൻ നിറമാകുമ്പോഴത്തേന് മറുവശം തിരിച്ചിട്ട് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇതിനെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ചെറിയ തീയിൽ തന്നെ വെന്ത് വരട്ടെ. കാരണം അല്ലെങ്കിൽ അകത്ത് ഉള്ള മാവ് ചിലപ്പോൾ വേകാതെ ഇരിക്കും. അപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടണമെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ കിടന്ന് വേവണം. മൂത്ത് വരുന്നുണ്ട്. നല്ലപോലെ വെന്ത് വരട്ടെ. ഇങ്ങനെ എല്ലാ വടയ്ക്കുള്ള മാവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ ഇത് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. കാരണം വെളിച്ചെണ്ണയിലാണ് നമ്മളിത് വേവിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മണം വരുന്നുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാ മാവും ഉണ്ടാക്കിയെടുക്കാം. മാവ് ഇട്ട് എല്ലാം നമുക്ക് ഈ ഷേപ്പിലാക്കി ഉള്ളിവട ഉണ്ടാക്കിയെടുക്കാം. നല്ലപോലെ വെന്ത് വരട്ടെ. ഒരു വശം മൂത്ത് കഴിയുമ്പോഴത്തേനും മറുവശം തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. മറുവശവും തിരിച്ചിട്ട് കൊടുത്തു. നല്ലപോലെ മീഡിയം ഫ്ലെയിമിൽ കിടന്ന് വെന്ത് വരട്ടെ. അപ്പോൾ എല്ലാം നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് ഉള്ളിവട എന്ന് പറയുന്നത്. നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരു ഫുഡ് കൂടിയാണ് കേട്ടോ ഇത്. ഇതിന് ചായയും ഉള്ളിവടയൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്ത മലയാളികൾ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.